നമസ്കാരം. ഞാൻ സുനിൽ സുന്ദർ. എൻ്റെ ചാനലിലേക്ക് നിങ്ങൾക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് ഞാൻ പറയുന്നത് ഒരു പ്രേതാനുഭവ കഥ തന്നെ. എല്ലാവർക്കും ഇഷ്ടം അതാണ്. ഞാൻ ഇതിനിടയ്ക്ക് രണ്ട് വസ്തുവിനെ കുറിച്ചുമൊക്കെ രണ്ടോ മൂന്നോ വീഡിയോ ചെയ്തിരുന്നു. പക്ഷെ അത് ആൾക്കാർ നമ്മുടെ സ്ഥിരം പ്രേക്ഷകരിൽ ഒട്ടുമിക്ക പേരും കണ്ടിട്ടില്ല എന്നുള്ളതാണ്. അവർ ടൈറ്റിൽ നോക്കും, പ്രേതത്തിനെ കുറിച്ചാണോ എങ്കിൽ ഇടിച്ച് കയറി കാണും. നല്ലതാണ്, പക്ഷേ എല്ലാ വീഡിയോയും കാണണം കേട്ടോ. അപ്പോൾ ഇതെല്ലാം നമുക്ക് നമ്മുടെ ജീവിതത്തിന് അത്യാവശ്യമുള്ള കാര്യങ്ങൾ തന്നെയാണ്. ഞാൻ പ്രേതകഥകൾ അധികമായി ഞാൻ പറയുന്നുണ്ട്, ഒരുപാട് പറഞ്ഞിട്ടുണ്ട്, ഇനിയുണ്ട്, ഒരുപാടുണ്ട് കേട്ടോ. അപ്പോൾ പലരും ചോദിക്കുന്ന ചോദ്യം, ഇത്രയൊക്കെ പ്രേതങ്ങൾ നമ്മുടെ ചുറ്റുപാടും ഉണ്ടോയെന്ന് ചോദിച്ചാൽ ഞാൻ ചെയ്തിട്ടുള്ളതിൻ്റെ എൻ്റെ ഒരു കണക്ക് വെച്ച് നോക്കിയാൽ 100% പോലും ഞാൻ പറഞ്ഞിട്ടില്ല എന്നുള്ളതാണ്. ഒരു ദിവസം തന്നെ എന്നെ കാണാൻ വരുന്നവരിൽ ഒട്ടുമിക്ക ആൾക്കാർക്കും പ്രേതം പിടിച്ചവരാണ് വരുന്നത്. അത് പല വിധത്തിലാണ്. അതൊന്നും നമുക്ക് എല്ലാം ഒന്നും അവതരിപ്പിക്കാൻ പറ്റില്ല. അവതരിപ്പിക്കാൻ പറ്റുന്നത് മാത്രമാണ് ഞാൻ പറയുന്നത്. സമാനമായിട്ടുള്ള ഒരുപാട് കേസുകൾ വരുന്നുണ്ട്. ഒരു കണക്ക് തന്നെ പറഞ്ഞാൽ നിങ്ങൾ വിചാരിക്കും മറ്റേ ആ സംഭവം അല്ലേ ഇതെന്നൊക്കെ ചോദിക്കും. അപ്പം അങ്ങനെ നമുക്കിത് കുറച്ച് വ്യത്യസ്തമായ കാര്യങ്ങളൊക്കെ നമുക്ക് എടുത്ത് പറഞ്ഞാലേ പറ്റുള്ളൂ. അതുകൊണ്ടാണ് ഞാൻ എല്ലാ കഥകളും പറയാത്തത്. പിന്നെ അതിനേക്കാൾ ഉപരി പേടിയാണ് ഓരോരുത്തർക്കും. ഇത് പറയുമ്പോഴത്തേക്ക് നാണക്കേടാണ്. അവരുടെ സംഭവമല്ല എന്നവർ പറഞ്ഞാൽ തീരുന്ന വിഷയങ്ങളുള്ളൂ. പക്ഷേ അവർക്കും അത് പേടിയാണ്. അവർ പറയാം അങ്ങനെയൊന്നും പറയില്ലേ സാറേ എന്നൊക്കെ പറയുന്നുണ്ട്. അതൊക്കെ കൊണ്ടാണ് ഞാനിത് ഇടയ്ക്കിടെ മുറയ്ക്കൊക്കെ വേറെ വിഷയങ്ങളൊക്കെ എടുത്ത് അവതരിപ്പിക്കുന്നത്. എല്ലാം നിങ്ങൾ കാണണം. നിങ്ങൾക്ക് ജ്യോതിഷപരമായോ വാസ്തുപരമോ എന്തെങ്കിലും കാര്യങ്ങൾ അറിയണമെന്നുണ്ടെങ്കിൽ അത് ഞാൻ പറഞ്ഞാൽ മതി എന്നുണ്ടെങ്കിൽ ഇപ്പോൾ ഈ സ്ക്രീനിൽ എഴുതി കാണിക്കുന്ന എൻ്റെ ഓഫീസിൽ ഓൺലൈൻ ബുക്കിംഗ് നമ്പറാണ്. ഒന്നുണ്ട് ചെറിയ കാര്യങ്ങളുണ്ട്, അതനുസരിച്ച് നിങ്ങൾ ബുക്ക് ചെയ്യണം. എന്തെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ നിങ്ങൾ ഈ നമ്പറിലേക്ക് വിളിച്ചോളൂ. അപ്പോൾ നമുക്ക് ഇന്നത്തെ സംഭവത്തിലേക്ക് കിടക്കാം. പ്രേതകഥകളാണ് ഇന്നത്തതും. ഞാൻ പോയി പരിഹരിച്ചതാണ്. ഇത് തുടക്കമേ ഞാൻ പറയുന്നത് കേരളത്തിലുള്ളതല്ല കേട്ടോ, കേരളത്തിന് പുറത്ത് സംഭവിച്ചു പോയൊരു സംഭവമാണത്. അപ്പോൾ ഇതിൽ നിന്ന് മനസ്സിലാകുന്ന പ്രേതങ്ങൾ ഞാൻ ഒരുപാടെണ്ണം ഞാൻ ചെയ്തിട്ടുണ്ട്. ഇപ്പോഴും ഞാൻ പോകുന്നുണ്ട്. ഒരുപാട് നാളെയും രാവിലെ യാത്രയുണ്ട് എനിക്ക്. പ്രേതത്തിനെ പിടിക്കാൻ പോകുന്നതിനാണ്. ഇങ്ങനെ ഒരുപാട് സ്ഥലത്ത് ഞാൻ പോകുന്നുണ്ട്. പക്ഷേ ഒരു കാര്യം, അപ്പം ഞാൻ വിചാരിക്കുന്നു ഞാൻ ഈ ഒരുപാടെണ്ണം പോയി ചെയ്തുള്ളൂ, ഇതെല്ലാം ഇതായിരിക്കും പ്രേതമെന്ന് വിചാരിക്കുക. അല്ല, ഇതൊന്നുമല്ല. നമ്മൾ ഇതുവരെ അനുഭവിച്ചതോ കണ്ടതോ പറഞ്ഞു കേട്ടതോ ഒന്നുമല്ല. അതിൻ്റെ പല രീതിയിലുള്ള പ്രവർത്തനങ്ങളാണ്. ഇപ്പോൾ ഞാൻ ഈ പറയുന്നത് കുറച്ച് വ്യത്യസ്തമാണ്. പക്ഷെ അതൊന്നും ഞാൻ നിങ്ങളെ പേടിപ്പിക്കുന്ന വിധത്തിലൊന്നും പറയുന്നില്ല കേട്ടോ. നിങ്ങൾക്ക് മനസ്സിലാകണം ഇതെന്താണ് സംഭവിച്ചതെന്ന്. അതിന് വേണ്ടിയിട്ട് അങ്ങനെയുള്ള കാര്യം ചെയ്യുന്നുണ്ട്. പിന്നെ ഒരുപാട് പേര് ഈ പ്രേതത്തിൻ്റെ യഥാർത്ഥ സംഭവങ്ങളെ കുറിച്ചൊക്കെ ചോദിച്ചിട്ടുണ്ട്. അപ്പോൾ ഞാൻ ചെയ്തിട്ടുള്ള സംഭവങ്ങൾ തന്നെ ഞാനൊരു കുറച്ച് ഷോർട്ട് ഫിലിമായിട്ട് അവതരിപ്പിക്കാൻ, അതിൻ്റെ ഷൂട്ടിൻ്റെ കാര്യങ്ങളൊക്കെ ഉടനെ തുടങ്ങുന്നുണ്ട്. ഒരു 5 ദിവസത്തിനുള്ളിൽ എൻ്റെ പൂജ ആരംഭിച്ച് ഷൂട്ടിംഗ് തുടങ്ങുകയാണ്. അതിനകത്ത് നിങ്ങൾ കയറി കണ്ടാൽ നിങ്ങൾക്ക് പേടിച്ച് പറയ്ക്കാം, വേണമെങ്കിൽ പനി കൂടെ പിടിക്കാം. ആ വിധത്തിലേക്ക് ഉള്ള, ശരിക്കും പേടിക്കുന്ന വിധത്തിലുള്ള തന്നെയാണ് അവതരിപ്പിക്കുന്നത്. അപ്പം ഇന്നത്തെ വിഷയം പ്രേത സംഭവമാണ്. അപ്പം ഇത് ഞാൻ പറഞ്ഞല്ലോ, നമ്മുടെ കേരളത്തിലല്ല, തൊട്ടടുത്തുള്ളൊരു സംസ്ഥാനത്തിലാണ് സംഭവിക്കുന്നത്. ഒരു സ്വർണ്ണക്കടക്കാരൻ എന്ന് വെച്ചാൽ അയാൾ അവരുടെ അനിയന്മാർ ചേട്ടന്മാരെല്ലാവരും വർഷങ്ങളായിട്ട് അവരുടെ തലമുറകളെ ഈ സ്വർണ്ണ ബിസിനസ്സുമായിട്ട് ബന്ധപ്പെട്ട് നിൽക്കുന്നതാണ്. ഭയങ്കര ഭക്തരാണ്. പൊതുവേ തമിഴ്നാട്ടുകാരെല്ലാവരും ഭക്തരാണല്ലോ. അങ്ങനെ ഭയങ്കര ഭക്തരാണ് അവർ. വലിയ പ്രമാണിമാരാണ്. ഒരുപാട് ജോലിക്കാരും കാര്യങ്ങളൊക്കെ ആയിട്ട് അവരങ്ങനെ ജീവിക്കുകയാണ്. ഇവരുടെ വീടിന് കുറച്ച് അടുത്താണ്, അതായത് ഈ 2-3 സഹോദരന്മാരുണ്ട്. അതിൽ ഒരാളിൻ്റെ സ്ഥാപനം, ഇവരുടെ 3-4 വീടുണ്ടായിരുന്നു. ഞാൻ പിന്നീട് പോയി കണ്ടാണ്. ഒരു വലിയ കോമ്പൗണ്ടിനകത്താണ് ഈ 3 മണിമാളികൾ നിൽക്കുന്നത്. 3 സഹോദരന്മാരാണ് താമസിക്കുന്നത്. അപ്പം അതിൽ ഒരാളിൻ്റെ സ്ഥാപനം ഇതിന് ഒരല്പമല്ല, നടന്നു പോകുന്നുള്ള ദൂരമേ ഉള്ളൂ. അവിടെയാണ് സ്ഥാപനം വരുന്നത്, സ്വർണ്ണക്കട. അപ്പോൾ രാത്രി വാച്ചറുണ്ട്. അപ്പോൾ ഈ വാച്ചർ രാവിലെ ആകുമ്പം സ്റ്റാഫുകൾ വരുന്നതിന് മുമ്പ് അയാൾക്ക് പോവാം. ഒരു പകൽ വെട്ടമായി കഴിയുമ്പോൾ അയാൾക്ക് വീട്ടിലേക്ക് പോവാം. അവൻ പോകുന്നതിന് അവർക്ക് ഇരിക്കാനായിട്ട് സൈഡിൽ ഒരു മുറിയും കാര്യങ്ങളൊക്കെ, ഒരു ചെറിയൊരു ഷെഡ് പോലെയൊക്കെ എന്താ ചെയ്തിട്ടുണ്ട്. പോകുമ്പോൾ ഇത് പൂട്ടി ഈ താക്കോൽ കൊണ്ടൊന്ന് ഈ മുതലാളിയുടെ വീട്ടിൽ കൊടുത്തിട്ട് പോകണം. അപ്പം 2 ഉദ്ദേശമാണത്. ഒന്ന്, അയാൾ ആ സമയം വരെ ഡ്യൂട്ടി ചെയ്യുന്നുണ്ടോ എന്നറിയണം. 2, പിന്നെ മറ്റാരും വന്ന് അതിനകത്ത് കയറരുതല്ലോ. പിന്നെ അടുത്ത ജോലിക്കാരൻ വരുമ്പം താക്കോല് അത് ഇവിടെ വന്ന് വാങ്ങിച്ചുകൊണ്ട് പോകണം. അതാണ് ശീലം. അങ്ങനെ ഒരു ദിവസം ഇയാൾ താക്കോല് കൊണ്ടുവന്നു, വീട്ടിൽ കൊണ്ടുവന്നിട്ട് ബെല്ലടിച്ചപ്പോഴത്തേക്ക് ഈ മുതലാളിയാണ് വന്ന് വാതിൽ തുറന്നത്. അയാളെന്തോ പൂജയോ കാര്യങ്ങളൊക്കെ ചെയ്തിട്ട് നിൽക്കുകയായിരുന്നു. ഇയാൾ വന്നിങ്ങനെ വാതിൽ തുറന്നതും ഇയാൾ
കാണുന്നത് ഈ സെക്യൂരിറ്റി മുൻപിൽ നിൽക്കുന്നുണ്ട്. പക്ഷെ സെക്യൂരിറ്റി ആയിട്ടല്ല ഇയാൾ കണ്ടത്. ഇയാൾ പേടിച്ച് വിളിച്ചുകൊണ്ട് ഓടി, വീട്ടിനകത്തേക്ക് തന്നെ ഓടി. അതായത് ബെല്ലടി കേട്ടു, വാതിൽ തുറന്നപ്പോൾ ഇയാളുടെ സെക്യൂരിറ്റിക്കാരൻ താക്കോൽ ഇങ്ങനെ പിടിച്ചുകൊണ്ട് നിൽക്കുകയാണ്, താക്കോൽ കൊടുക്കാൻ വേണ്ടിയിട്ട്. ഇയാൾ ഈ രൂപം, പക്ഷെ അയാൾ ആ സെക്യൂരിറ്റി അല്ല അയാൾ കാണുന്നത്. അയാളൊരു അഴുകിപ്പുഴുത്ത ഒരു മനുഷ്യനെയാണ് കാണുന്നത്. ഇയാൾ പേടിച്ച് തിരിഞ്ഞോടി. അപ്പോൾ ഒരു വലിയ ഹാളാണ്. ഈ ഹാളിനകത്ത് പിന്നീട് ഞാൻ പോയി കണ്ടതാണ്. ഈ ഹാളിനകത്തെന്ന് വെച്ചാൽ ഈ പുരാവസ്തുക്കൾ ഒരുപാട് വാങ്ങിച്ചു വെച്ചിട്ടുണ്ട്. അത് പോയിട്ട് അവർ പറഞ്ഞു കേട്ടാണ് ഒരു വലിയ ഒരു ടേബിള്, ഗ്ലാസ് ടേബിള്. അത് ഈ റബ്ബർ മരത്തിൻ്റെ എന്തൊക്കെ ഒരു വേരുണ്ട്, ഇങ്ങനെ പല ഈ ശിഖരങ്ങളിങ്ങനെ വന്നിട്ട് അതിനകത്തൊക്കെ പിടിപ്പിച്ച് വെച്ചിരുന്നതാണ്. ഇയാൾ തിരിഞ്ഞ് ഓടിയതും ഇതിനകത്താണ് വന്ന് അടിച്ച് വീണു, മറിഞ്ഞു വീണു. ആ ഗ്ലാസ്സൊക്കെ ഇയാളുടെ പുറത്തൂടെ വന്ന്, എന്തിനു പറയുന്നു, ശരിക്കും പറഞ്ഞാൽ ഇയാളുടെ ശരീരം അവിടെ ഇവിടെ കീറി പൊളന്ന് ഭീകരമായിട്ടുള്ളൊരു ഒരു അപകടമാണ് അദ്ദേഹത്തിന് അവിടെ ഉണ്ടായത്. അവിടെ കിടന്നിട്ട് ഇയാൾ വിളിക്കുകയാണ്. അപ്പോഴത്തേക്ക് വീട്ടുകാരെല്ലാം കൂടെ ഓടി വന്നപ്പോഴത്തേക്ക് ഈ സെക്യൂരിറ്റിക്കാരെ ഇങ്ങനെ പേടിച്ച് വിറച്ച് അവിടെ നിൽക്കുകയാണ്. അയാൾക്ക് ഇതൊന്നും മനസ്സിലാകുന്നില്ല. ഇയാൾ അവിടെ കിടന്ന് അപ്പോഴത്തേക്ക് രക്തം പൈപ്പിൽ നിന്ന് ചാടും പോലെയാണ് ചാടിയത്. ഈ വേരൻ്റെ എന്തൊക്കെയോ ശരീരത്ത് കുത്തിക്കയറി ഗ്ലാസ് പൊട്ടി എന്ന് അതിനെക്കുറിച്ച് ഓർമ്മയില്ല. പക്ഷെ ഇതെല്ലാം ആയി പെട്ടെന്ന് അവരെല്ലാവരും കൂടെ ഇദ്ദേഹത്തിൻ്റെ അടുത്ത് നേരെ ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി. ഹോസ്പിറ്റലിൽ എത്തുമ്പോഴത്തേക്ക് ഇദ്ദേഹത്തിൻ്റെ ബോധം പോയി. പക്ഷെ ഹോസ്പിറ്റലിൽ എത്തുമ്പം ഇങ്ങനെ ഒന്ന് രണ്ട് വാക്കുകൾ ഇദ്ദേഹം പറയുന്നുണ്ട്. അതായത് നിന്നെ ഞാൻ കൊല്ലും. ഞാൻ പറഞ്ഞ മലയാളമല്ല. നിന്നെ ഞാൻ കൊല്ലുമെന്ന് ഇങ്ങനെ പറയുന്നു. പല്ല് കടിച്ചെറുമുന്നുണ്ട്. പക്ഷെ അപ്പം ഡോക്ടർ പറഞ്ഞ് ഇതിങ്ങനെ പോയി, എന്തോ തലയിലെന്തോ വാക്കല്ലാതെ അടിച്ചതാണ്, അദ്ദേഹത്തിൻ്റെ മൈൻഡ് ഔട്ടായി നിൽക്കുകയാണ്, അതുകൊണ്ടാണെന്ന് പറഞ്ഞ് പോയി. അപ്പോൾ തയ്യലൊക്കെ ഉണ്ട്, കുത്തിക്കെട്ടി തയ്യലൊക്കെ ഇട്ട് അദ്ദേഹത്തിനെ അഡ്മിറ്റ് ചെയ്തു. പക്ഷേ ഈ ഇഞ്ചക്ഷൻ എടുത്തിട്ടാണല്ലോ ഇതൊക്കെ ഈ കുത്തിക്കെട്ടൊക്കെ നടത്തിയത്. അപ്പോഴത്തേക്ക് പിന്നെ അനക്കമില്ല. ബോധം വന്നപ്പോഴത്തേക്ക് കണ്ണു തുറക്കുന്നില്ല. പക്ഷേ ഇങ്ങനെ ഉള്ളിൽ നിന്ന് ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുന്നു, അവൻ നിന്നെ കൊല്ലും, നിന്നെ കൊന്നേ പറ്റൂ എന്നുള്ള രീതിയിൽ ഇങ്ങനെ സംസാരിക്കുന്നു. അപ്പം വീട്ടുകാർക്ക് ആകെ പേടി. അപ്പോൾ ഡോക്ടർ പറഞ്ഞ് പേടിക്കേണ്ട കാര്യമില്ല, ഇതിങ്ങനെ വന്ന് ഈ പെട്ടെന്ന് തിരിഞ്ഞോടിയപ്പോഴത്തേക്ക് ഈ ഇതിനകത്ത് വന്ന് അടിച്ചതാണ്. അപ്പം തലയിൽ എന്തെങ്കിലും ഞരമ്പിൻ്റെ എന്തെങ്കിലും പ്രശ്നമായിരിക്കും, നമുക്കിത് കഴിഞ്ഞുടനെ ന്യൂറോ കാണിച്ചിട്ട് എന്താണെന്ന് വെച്ചാൽ ചെയ്യാമെന്ന് പറഞ്ഞു. അതൊരു 4-5 ദിവസമൊക്കെ ഇദ്ദേഹം അവിടെ കിടന്ന് മുറിവൊക്കെ എല്ലാം കുത്തിക്കെട്ടിയൊക്കെ വെച്ചിരിക്കുകയാണ്. പക്ഷെ എന്നിട്ടും ഇദ്ദേഹത്തിന് ഈ ഒരു ഇദ്ദേഹത്തിൻ്റെ ഒരു സംസാരം മാറ്റം വരുന്നില്ല. അടുത്തുള്ള ആരെയും അറിയാൻ പറ്റുന്നില്ല. ആരെയും വന്ന് ഭാര്യയൊക്കെ ഒന്ന് ചോദിക്കുമ്പോഴും ഒന്നും പറയുന്നില്ല. നിർബന്ധിച്ചാൽ എന്തെങ്കിലും ആഹാരം കഴിക്കും, ഇല്ലെങ്കിൽ ആഹാരം കഴിക്കുന്നില്ല. ഇദ്ദേഹത്തിൻ്റെ വിദൂരതയിലേക്ക് നോക്കിയിരുന്നുകൊണ്ട് ഈ ഒരു സംസാരം, അവനെ കൊല്ലണം, അവനെ കൊല്ലും, നിന്നെ കൊല്ലും ഇങ്ങനെ പറഞ്ഞുകൊണ്ടേയിരിക്കുകയാണ്. വീട്ടുകാർക്കൊക്കെ ഒരു ഭയങ്കര വിഷമമായി. ഒരു വലിയ അപകടം പറ്റി. ശരിക്കും ഇയാൾ ബോധം നഷ്ടപ്പെട്ട് ഇരിക്കുകയാണ്. ഇതെല്ലാം മനസ്സിലായപ്പോൾ വീട്ടുകാർക്ക് എന്തോ ഒരു പേടി തോന്നി. പക്ഷേ ഡോക്ടർ പറയുന്നു അങ്ങനെ പേടിക്കേണ്ട കാര്യമൊന്നുമില്ല, ഇത് ഞരമ്പിൽ എന്തെങ്കിലും ഇതായിരിക്കും, വീണ വഴിക്ക് സംഭവിച്ചാണ്. അങ്ങനെ ന്യൂറോയെ കാണിക്കുന്നുണ്ട്. ന്യൂറോ പരിശോധിച്ചിട്ടൊന്നും ഒരു പ്രശ്നങ്ങളും ഇല്ല. അദ്ദേഹത്തിന് അങ്ങനെ മൈൻഡ് ഔട്ട് ആവേണ്ട കാര്യങ്ങളില്ല. എങ്കിലും ഉറക്കമില്ല, രാത്രി ഉറങ്ങില്ല. അങ്ങനെ ഇവർ ഉറങ്ങാനുള്ള മരുന്ന് കൊടുക്കും. ഇതൊക്കെ കുറേ ദിവസം അവിടെ കിടന്നതിന് ശേഷം നേരെ വീട്ടിലേക്ക് കൊണ്ടുവന്നു. അവസ്ഥയ്ക്ക് ഒരു മാറ്റവുമില്ല. നേരെ വീട്ടിലേക്ക് കൊണ്ടുവന്ന് കിടന്നു. 2-3 ദിവസം കഴിഞ്ഞപ്പം രാത്രി ഇങ്ങനെ ചാടി എണീറ്റ്, അപ്പോഴത്തേക്ക് മുറിവൊക്കെ ഒരുവിധമൊക്കെ ആയി. എണീറ്റിട്ട് ഇത് കണക്ക് ഉറച്ച് വിളിക്കുകയാണ്, കൊല്ലണം എന്ന് പറഞ്ഞ് വിളിക്കുകയാണ്. എന്നാൽ പെട്ടെന്ന് അവരെല്ലാവരും കൂടെ വന്ന് പിടിച്ചൊക്കെ കിടത്തിയിട്ട്, അപ്പോൾ അവരുടെ വീടിൻ്റെ തൊട്ടടുത്തൊരു ഡോക്ടർ താമസിക്കുന്നുണ്ട്. അപ്പം ആ ഡോക്ടറെ പോയി വിളിച്ചുകൊണ്ട് വന്നു. അപ്പോൾ ഡോക്ടർ വന്നു. നമ്മുടെ നാട്ടിലെ പോലെ അല്ല, അവരൊക്കെ ഭയങ്കര സഹകരണമുള്ളവരാണ്. ആ ഡോക്ടർ വന്നിട്ട് നോക്കി. പെട്ടെന്നൊന്നും ഡോക്ടറിനെ കണ്ടെത്താൻ പറ്റുന്ന, പെട്ടെന്ന് തന്നെ ഉറങ്ങാനുള്ള മരുന്ന് കുത്തിവെച്ചു. അതിന് ഡോക്ടറിന് തോന്നി ഇതിങ്ങനെ വിട്ടാൽ പറ്റില്ല, ഉറക്കണം. അങ്ങനെ ഇഞ്ചക്ഷൻ കൊടുത്തു, ഉറങ്ങി. രാവിലെ വീണ്ടും ഡോക്ടർ വന്നപ്പോൾ ഇദ്ദേഹം ഉറങ്ങിക്കിടക്കുകയാണ്. അപ്പം ആ ഡോക്ടറും ഭക്തനാണ്. ഞാൻ പിന്നെ ആ ഡോക്ടറെ കണ്ടു. അപ്പം ഞാൻ അവിടെ വന്നെന്ന് പറഞ്ഞിട്ട് ഡോക്ടർ വന്നിരുന്നു. തൊട്ടടുത്താണ് താമസിക്കുന്നത്. വന്നപ്പോഴത്തേക്കും ഡോക്ടറാണ്. പക്ഷെ അപ്പോഴും അയാൾ ഭസ്മക്കുറിയൊക്കെ ഇട്ട് പൊട്ടൊക്കെ തൊട്ട് ആണ് അയാൾ വന്നത്. അപ്പോൾ ഇയാൾ അന്ന് വന്നതിന് ശേഷം
അവസ്ഥയൊക്കെ കണ്ട് പരിശോധിച്ചിട്ട് അദ്ദേഹം പറയുന്നു ഉറങ്ങാൻ മരുന്ന് കൊടുത്തെങ്കിലും അത് ഉറക്കമില്ലാത്തതുകൊണ്ടാണ് കൊടുത്ത, പക്ഷെ മറ്റ് ഒരു വിധത്തിലുള്ള ഒരു ന്യൂറോ പ്രശ്നങ്ങളും ഇദ്ദേഹത്തിന് കാണുന്നില്ല. അപ്പോൾ ഒരു കാര്യം ചെയ്യും, ഇത് പേ പിടിച്ചതാകാം. പേ എന്ന് പറഞ്ഞാൽ പ്രേതം. ഞാൻ പേ എന്ന് പറഞ്ഞു പോയില്ല, അപ്പം അറിയാലോ തമിഴ്നാടാണെന്ന്. അങ്ങനെ പേ പിടിച്ചതാണ്, പ്രേതം പിടിച്ചതാണ്. അതുകൊണ്ട് ആ വഴിക്ക് നിങ്ങൾ എങ്ങനെയെങ്കിലും ഒന്ന് നോക്ക് എന്ന് പറഞ്ഞു. അപ്പം വീട്ടുകാർക്കും ഒരു അതാണെന്ന് വിശ്വസിക്കാൻ പറ്റുന്ന വിധത്തിലൊരു അവരും സംശയിച്ചിരിക്കുകയായിരുന്നു. പെട്ടെന്ന് തന്നെ അവർ അവിടെയൊക്കെ ഒരുപാട് ഈ മന്ത്രവാദികളും കാര്യങ്ങളൊക്കെ ഉണ്ട്. അവരെ കൊണ്ടുവന്നു. നോക്കുമ്പം അവർ പേ പിടിച്ചത് എന്നാന്ന് പറയുന്നു. അവർ കുറേ കാര്യങ്ങളൊക്കെ ചെയ്തു. എന്നിട്ടും ഇദ്ദേഹത്തിൻ്റെ അവസ്ഥയ്ക്ക് മാറ്റമില്ല. അപ്പം തമിഴ്നാട്ടിലെ കേസ് അത് എൻ്റെ അടുത്ത് വന്നു എന്ന് പറയുമ്പോൾ ചിലവർ ചോദിക്കും, ഇങ്ങനെ അടുത്ത് മാത്രമേ വരുള്ളൂ എന്ന് ചോദിക്കും. എൻ്റെ അടുത്തല്ല, ഒരുപാട് വരുന്നത്. ഞാൻ ഇന്ത്യ മൊത്തവും ഇത് കണക്ക് പ്രായത്തിനെ പിടിക്കാൻ പോകുന്നുണ്ട്. അതുകൊണ്ടാണ് പലരും അറിഞ്ഞിട്ട് എന്നെ വിളിക്കുന്നത്. അപ്പോൾ അവിടെ നിന്നും എനിക്കൊരു കോൾ വന്നിട്ട് പറഞ്ഞിങ്ങനെ ഞങ്ങൾ ഇന്ന ഭാഗത്തു നിന്ന് വിളിക്കുകയാണ്. അപ്പോൾ കുറച്ച് തമിഴും എനിക്ക് കുറച്ച് തമിഴ് അറിയാം. എന്നെ ഒരാൾ പറഞ്ഞാലത് തിരിച്ച് പറയുമ്പോഴത്തേക്ക് കോമഡി ആയി പോകുമെങ്കിൽ തന്നെ കേൾക്കുമ്പോൾ എനിക്ക് കാര്യം മനസ്സിലാവും എന്താണ് പറയുന്നതെന്ന്. ഇങ്ങനെ തപ്പിപ്പിടിച്ചൊക്കെ ഞാൻ പറയും അങ്ങോട്ട്, മലയാളവും എല്ലാം കൂടെ ചേർത്ത് ഒക്കെ സംസാരിക്കും. ഞാൻ പറയുന്നത് അവർക്ക് മനസ്സിലാവും. അങ്ങനെ അവർ വിളിച്ച് സംസാരിച്ചു. ഇങ്ങനെ കാര്യങ്ങളൊക്കെ പറഞ്ഞു, ഇങ്ങനെ ഒരു വിഷയമാണ്, അപ്പം എന്ത് വേണം, ഞങ്ങൾ അങ്ങോട്ടൊന്ന് വരട്ടെ, ഞങ്ങൾക്കൊന്ന് കാണണമെന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു ആളിനെ കൊണ്ടുവരണ്ട, നിങ്ങൾ വന്നോളാം പറഞ്ഞു. 2-3 പേരായിട്ട് അവർ ഏറ്റവും അടുത്ത ബന്ധുക്കളാണ്. അവർ പറഞ്ഞ ദിവസം തന്നെ എൻ്റെ അടുത്തെത്തി. അപ്പം അവർ പറഞ്ഞ സംഭവങ്ങളെല്ലാം വെച്ച് നോക്കിയപ്പോഴത്തേക്ക് അതൊരു പ്രേതം പിടിച്ചത് തന്നെയാണ്. അത് രോഗമല്ല, അത് ഉറപ്പാക്കി. പ്രേതം പിടിച്ചത് തന്നെയാണ്. അപ്പം പിന്നെ ഇത് എങ്ങനെ നമുക്കൊന്ന് ഒഴിവാക്കണമല്ലോ. ഞാൻ പറഞ്ഞു ഞങ്ങളവിടെ വരാം. അപ്പം അവർക്ക് എത്രയും പെട്ടെന്ന് ഞങ്ങളവിടെ എത്തിക്കണം എന്നുള്ളതാണ് ഞാനും പറയാം. അപ്പം നമുക്ക് കുറച്ച് ഗ്യാപ്പ് ഉണ്ടായിരുന്ന സമയമായിരുന്നു. തൊട്ടടുത്ത ദിവസം തന്നെ അവർ തപ്പിക്കൊള്ളാൻ പറഞ്ഞു. അടുത്ത ദിവസം തന്നെ ഞങ്ങൾ അവിടെ നിന്ന്, അപ്പം ഞങ്ങൾ ഇവിടെ നിന്ന് പോകുമ്പോഴത്തേക്ക് കാറിലായിരിക്കും പോകുന്നത്. ഞങ്ങൾ നേരെ അവിടെ എത്തിയപ്പോൾ അപ്പം ഞാൻ പറഞ്ഞില്ല ഈ ആക്സിഡൻ്റൊക്കെ സംഭവിച്ചു. എൻ്റെ അടുത്ത് വരുമ്പോൾ 2-2.5 മാസമായി. ഇതൊക്കെ 3 മാസം അടുപ്പിച്ചാണെന്ന് തോന്നുന്നു ഞങ്ങൾ അവിടെ എത്തുമ്പോൾ. അപ്പോഴത്തേക്ക് ഇയാളുടെ അപ്പോൾ ചെന്നപ്പോൾ ഇയാളുടെ നല്ല ഫോട്ടോ അവിടെ ഇരിപ്പുണ്ട്. ഇത് പിടിക്കുന്നതിന് മുമ്പുള്ള ഫോട്ടോ. നല്ല സുന്ദരമായ ഒരാൾ, നല്ല കാണുമ്പോൾ തന്നെ അറിയാം, ഹാഫ് സൈസ് ഫോട്ടോ ആണെങ്കിൽ നല്ല തടിയുള്ളൊരു മനുഷ്യനാണ്. പക്ഷേ ഇപ്പോൾ ഇരിക്കുന്ന രൂപം എന്ന് പറഞ്ഞാൽ അങ്ങ് മെല്ലിച്ച് ഈ കവളൊക്കെ ഒട്ടി എല്ലൊക്കെ ഇങ്ങനെ തള്ളി. ഈ 3 മാസം കൊണ്ട് അദ്ദേഹം വികൃത രൂപമായി. മുടിയൊന്നും ചീകി വയ്ക്കുന്നില്ല, താടിയൊക്കെ ഒരുമാതിരി കുറ്റി താടി പോലെയൊക്കെ വളർന്ന് വല്ലാത്തൊരു രൂപമായി. ഏറ്റവും വലുത് അദ്ദേഹം കുളിക്കില്ല. ഇത് വന്നതിന് ശേഷം ഈ കൈ നമ്മളിങ്ങനെ ചുരണ്ടിയാൽ ഇങ്ങനെ ഇളകി വരും, അഴുക്ക് ആ വിധത്തിൽ ഇരിക്കുന്നു. ഒരു അടുത്തിരിക്കാൻ പറ്റൊരു മുഷിടുമുണ്ട്. പക്ഷെ എന്നിട്ട് ആ ഭാര്യയും മക്കളും ബന്ധുക്കളും കോടീശ്വരന്മാരാണ്. അവരൊക്കെ അദ്ദേഹത്തെ നന്നായി ചികിത്സിക്കുന്നുണ്ട്. അവരെ കാര്യം വെച്ചാൽ തുടയ്ക്കാൻ പോലും അദ്ദേഹം സമ്മതിക്കില്ല. ഒരു മനുഷ്യനെ അദ്ദേഹം അടുപ്പിക്കുന്നില്ല. എല്ലാവരും മാറ്റി നിർത്തും. അടുത്ത് വന്ന് അദ്ദേഹം ഉപദ്രവിക്കും, അദ്ദേഹം കിടന്ന് വിളിക്കും. അതുകൊണ്ട് ആർക്കും പോകാനോ തുടയ്ക്കാനോ ഒന്നും പറ്റുന്നില്ല. അതായത് അവിടുത്തെ ഈ മന്ത്രവാദികളൊക്കെ വന്ന് നോക്കിയതിന് ശേഷം അദ്ദേഹം കുറച്ചുകൂടെ വയലൻ്റ് ആയെന്നാണ് അവർ പറയുന്നത്. അതായത് പിന്നെ ആരെയും അദ്ദേഹം അടുത്തടുപ്പിക്കുന്നില്ല. കുറച്ച് ഇളകിയതിന് ശേഷം ഒരു രക്ഷയില്ല. അങ്ങനെയാണ് ഞാൻ അവിടെ എത്തി. അപ്പോൾ നോക്കുമ്പോൾ ഇതാണെന്ന് മനസ്സിലാക്കിയിട്ടുണ്ട്. പൂജയ്ക്ക് കണക്കാക്കിയാണ് അവിടെ ചെല്ലുന്നത്. അപ്പോൾ അവിടെ ചെന്നിറങ്ങി അപ്പോഴത്തേക്ക് തന്നെ അവർ എല്ലാവരും വന്ന് കൂടി കുറേ സംസാരിച്ചു. അവർ കുറേ കാര്യങ്ങളൊക്കെ അറിയാനുണ്ട് എന്നൊക്കെ പറഞ്ഞ് അവർ കുറേ കാര്യം പറഞ്ഞത് അവനിങ്ങനെ ഒരു അവസ്ഥയൊന്നും വരേണ്ട കാര്യമൊന്നുമില്ല, ധൈര്യശാലിയാണ്, ഇതെങ്ങനെ വന്നു എന്ന് ഞങ്ങൾക്കറിയില്ല, പക്ഷേ ഇത് പേ ആണെന്ന് ഞങ്ങൾക്ക് ഉറപ്പാണ്. ഇത് പിന്നെ അവർക്കൊരു സംശയം, ശത്രുക്കൾ, അത് ബിസിനസ് മാനാണല്ലോ, കുടുംബമേ ബിസിനസ്സാണ്. അപ്പോൾ എന്തോ ശത്രുക്കളാണ് ഇത് പറഞ്ഞു വിട്ടിരിക്കുന്നത്, പ്രേതത്തിനെ കയറ്റി വിട്ടിരിക്കുന്നത്. അതുകൊണ്ട് ആ പേയെ വിളിച്ചു വരുത്തി ചോദിക്കണം ഇതാരാണ് പറഞ്ഞു വിട്ടതെന്ന് വെച്ചാൽ. അവനെതിരെ ഞങ്ങളുടേതായ ശിക്ഷാ നടപടികൾ. അപ്പം പോലീസൊന്നുമല്ല, ഗുണ്ടാ സെറ്റപ്പായിരിക്കാം, ഞങ്ങൾക്ക് അവന് പണി കൊടുത്തേ പറ്റുള്ളൂ. അതുകൊണ്ട് ഇതാരാണെന്ന് അറിഞ്ഞേ പറ്റുള്ളൂ. അപ്പം ഞാൻ പറഞ്ഞിങ്ങനെ അത് വെച്ചത് അത്ര നല്ലതല്ല, പ്രശ്നങ്ങളാണ് എന്നൊക്കെ പറഞ്ഞ് അവർക്കതൊന്നും വിഷയമല്ല. ഇയാൾ ചത്താലും കുഴപ്പമില്ല, ഈ ശത്രു ആരെന്ന് അവർക്കറിയണം. അതാണ് അവരുടെ ഒരു മൈൻഡ്. നിവൃത്തിയില്ല, ഞാൻ സമ്മതിച്ച കാര്യം
നിവൃത്തിയില്ലാതെ തന്നെ സമ്മതിച്ചു. ഈ ശരീരത്ത് വരുത്തിയാലുള്ള ഒരു കുഴപ്പമൊന്നും ശരീരത്ത് വന്നു കഴിഞ്ഞാൽ പിന്നെ അത് ബുദ്ധിമുട്ടാണ്. പിന്നെ അതിന് വേണ്ടിയിട്ട് വേറെ വലിയ കർമ്മങ്ങൾ ചെയ്യണം. അവരെന്ത് വേണോ ചെയ്യാൻ തയ്യാറ്, പക്ഷെ വരുത്തിയ ആളറിയണം. പിന്നെ അതിനേക്കാൾ ഉപരി നമ്മളിപ്പോൾ ഒരു 6 മണിക്കൂർ കൊണ്ട് ചെയ്യുന്നത് ചിലപ്പോൾ ഒരു ദിവസം മൊത്തം എടുത്തു എന്നിരിക്കും. 4 ഇരട്ടി സമയം എടുത്താൽ പോലും ചിലപ്പം ശരീരത്ത് വരുത്തി കഴിഞ്ഞാൽ ബുദ്ധിമുട്ടാകും. പക്ഷേ ഈ ശരീരത്ത് വരുത്താതെ ഇതിനെ നമുക്ക് ആവാഹിച്ച് കൊണ്ടുപോകാൻ പറ്റും. ഇതിനിടയ്ക്ക് വേറൊരു സംഭവം വീട്ടിൽ നടക്കുന്ന സംഭവം, ഇദ്ദേഹത്തിന് ഈ പ്രേതം വിളിച്ചല്ലോ. അപ്പം ഇദ്ദേഹം ഒരുപാട് VVIPകളായിട്ട് നിൽക്കുന്ന ഫോട്ടോകളൊക്കെ ആ വീട്ടിൽ ഫ്രെയിം ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു. ഒരു ദിവസം ഈ ഒരു ഫ്ലവർ വേസ് എടുത്ത് ഒരു വലുത് ഈ മെറ്റലിലുണ്ടാക്കിയ ഈ സാധനം അവിടെ ഇരുന്ന് ഇതിന് എപ്പോഴും നോക്കുമെന്ന് അവിടെ ഇരുന്നിട്ട് ഇയാൾ ഈ മറ്റു VVIPകളായിട്ട് നിൽക്കുന്ന ഫോട്ടോകൾ ഒരുപാട് ഫോട്ടോ ഇങ്ങനെ ആ ഹാളിൽ ഇങ്ങനെ ചുറ്റിനും വെച്ചിട്ടുണ്ടായിരുന്നു. അതിലൊക്കെ മാറി നോക്കും. ഒരു ദിവസം നോക്കിയിരുന്ന് കലി വന്നിട്ട് ഈ പ്രേതം പിടിച്ചവൻ ഈ ഇതെടുത്തുകൊണ്ട് വന്നിട്ട് ഈ മെറ്റൽ ഈ ഫ്ലവറൈസോട് സാധനം എടുത്തുകൊണ്ട് വന്നിട്ട് സ്വന്തം ഫോട്ടോകൾ ആടിച്ച് പൊടിച്ചളഞ്ഞ് എല്ലാത്തിനെയും. അപ്പോൾ ഞാൻ ചെന്നപ്പോൾ ഒരു ഫോട്ടോ ഇല്ല. ഇങ്ങനെ ഈ ഹാളിലിരുന്ന എന്തൊരു ഫോട്ടോയാണ് ഞാൻ കണ്ടത്. ഇയാളുടെ ഒരു ഫോട്ടോ ഞാൻ കണ്ടു എന്ന് പറയാത്, അല്ലാതെ അവിടെ ഒന്നുമില്ല, എല്ലാം അടിച്ച് തകർത്തളഞ്ഞു. അങ്ങനെ അവിടെ ഞാൻ ചെന്നിട്ട് പൂജ. അപ്പം രക്ഷയില്ല, നമ്മൾ നെയ്യ് എടുത്തേ വിടുകയുള്ളൂ. ഇവർ എന്നുവെച്ചാൽ പ്രായത്തിനെ വിളിച്ച് വരുത്തി കാര്യം ചോദിച്ചിട്ടേ അവർ വിടുകയുള്ളൂ. എന്നെയും എൻ്റെ കൂട്ടുകാരും വിടുക. അങ്ങനെ ഒരു അവസ്ഥയിലേക്ക് എത്തി. ഞങ്ങൾ ഇരുന്ന് പൂജ തുടങ്ങി. അപ്പം ഈ പ്രേതത്തിനെ വിളിച്ച് വരുത്തുന്നത് എനിക്കൊരു ജപമാലയുണ്ട്, ചെറിയ ഒറിജിനൽ രുദ്രാക്ഷമുത്തിലുണ്ടാക്കിയത്. അത് ഞാൻ പറഞ്ഞു, ഞാനൊരു 49 ക്ഷേത്രത്തിൽ പ്രതിഷ്ഠകൾ നടത്തിയിട്ടുണ്ട്. അപ്പം പ്രതിഷ്ഠ നടത്തിയിട്ട് ആ പ്രതിഷ്ഠയുടെ പാദത്തിൽ വെച്ച് അനുഗ്രഹം വാങ്ങിക്കുന്ന മാലയാണത്. നല്ല പവറാണ്. അത് ഇപ്പോഴും എൻ്റെ കയ്യിലുണ്ട്. ആ മാലയിൽ 108 മുത്താണുള്ളത്. അപ്പോൾ ആ മാല വെച്ചിട്ട് ഇപ്പോൾ ഈ ഒരു ആത്മാവുണ്ടല്ലോ, ഈ ആത്മാവിനെ, അതായത് ഒരു പ്രേതം ഈ ശരീരത്തിൽ നിൽക്കുകയാണ്, അതിനെ ഫുൾ പവറിലേക്ക് ആക്കി എടുക്കുന്നതിന് ഈ 108 പ്രാവശ്യം ഈ മന്ത്രം ചൊല്ലണം. 108 പ്രാവശ്യം ചൊല്ലുമ്പോൾ 2 മണിക്കൂറിന് അടുപ്പിച്ചാവും. അപ്പോൾ അതാണ് ഈ ശരീരത്തിൽ വരുത്താതെ നമ്മൾ ആവാഹിക്കുന്നതിൻ്റെ പ്രധാന കാരണം അതാണ്. അല്ലെങ്കിൽ ഒരു പാവ വെച്ചിട്ട് ഇതിനെ നമുക്ക് പാവയിലേക്ക് വിളിച്ചെടുത്താൽ ഒരു 21 കഴിയുമ്പോൾ ഇതിനകത്ത് വരും. പക്ഷെ ശരീരത്തിൽ വന്ന് നിൽക്കുന്നെങ്കിലും ഇതിന് ഫുൾ പവറാക്കി എടുത്താലേ ചോദിക്കാൻ പറ്റുള്ളൂ. ഫുൾ പവർ ആക്കണമെന്നുണ്ടെങ്കിൽ നമ്മൾ ചിങ്കിയും പമ്പരം ആഡ് ചെയ്യാൻ പറ്റുള്ളൂ. അപ്പോൾ 108 പ്രാവശ്യം ജപിക്കാൻ തന്നെ 2 മണിക്കൂറായി. അങ്ങനെ ഇരുന്നു, നിവർത്തിയില്ല. അപ്പം ഈ ശരീരത്തിലേക്ക് പൂർണ്ണമായിട്ടും ശക്തിയോടുകൂടി വരാൻ വേണ്ടിയിട്ട് ജപിക്കുകയാണ്. 108 പ്രാവശ്യം ജപിച്ച് കഴിഞ്ഞു. അപ്പം സാധാരണഗതിയിലൊരു 27 അതുപോലെ 54 ഒക്കെ കഴിയുമ്പോഴത്തേക്ക് ഒരു അനക്കം തുടങ്ങും. ഈ അനക്കം എന്ന് പറയുമ്പോൾ നമുക്കൊരു പിന്നെ ഒരു ഇൻട്രസ്റ്റാണ്. നമ്മൾ ശരിക്കും നമ്മൾ വിജയിക്കുന്നുണ്ട്, വരുന്നുണ്ട്. അതുകൊണ്ട് പിന്നെ നമ്മൾ നല്ല പവർഫുള്ളായിട്ട് ജപിക്കും. ഇത് വന്നില്ല എന്നുണ്ടെങ്കിൽ നമ്മളിനി എത്ര പവറാക്കാൻ ശ്രമിച്ചാലും നമ്മൾ പവർ നഷ്ടപ്പെടും. കാര്യം ഒന്ന് നിരാശാബോധം നമ്മുടെ മനസ്സിലേക്ക് വരും, അയ്യോ വരുന്നില്ലല്ലോ എന്നുള്ളത്. ഇത് 27 കഴിഞ്ഞു, 54 കഴിഞ്ഞു, ഏകദേശം 100 അടുപ്പിച്ചു, 108 പൂർത്തിയാക്കി. അനങ്ങുന്നില്ല. അപ്പോൾ എൻ്റെ ഗുരു പറഞ്ഞിട്ടുണ്ട്, 108 കൊണ്ട് വന്നില്ലെങ്കിൽ നിർത്തരുത്, വീണ്ടും ജപിക്കണം. ഒരു 3-4 പ്രാവശ്യമെങ്കിലും, ചിലതൊക്കെ അങ്ങനെ വിളിച്ചാലേ വരുള്ളൂ. ഇപ്പോൾ 2 മണിക്കൂർ കഴിഞ്ഞു, ഒന്ന് എണീക്കാൻ പറ്റില്ല. അപ്പോൾ 108 കഴിഞ്ഞു. പിന്നെ റെസ്റ്റ് എടുത്തിട്ട് വരാമെന്ന് പറഞ്ഞാൽ ഈ ചെയ്ത് വെച്ചിരിക്കുന്ന പോവും. അവിടെ ഇരുന്ന് തന്നെ വീണ്ടും തുടങ്ങി. വീണ്ടും ഇത് ജപിച്ച് ഒരു പകുതി കഴിഞ്ഞു. മാല നമുക്കറിയാമല്ലോ, കറക്റ്റ് ചുട്ടി താഴെ പകുതി എത്തിയപ്പോഴത്തേക്കുണ്ട് ഇതിരുന്നൊന്ന് ഇങ്ങനെ ഞെരിവലി കൊണ്ടു. അപ്പോഴത്തേക്ക് എനിക്ക് മനസ്സിലായി ഈ സാധനം വന്നു തുടങ്ങി എന്നുള്ളത്. അപ്പോഴത്തേക്ക് ഇത്രയും സമയം 2-3 മണിക്കൂറായി എങ്കിൽ പോലും നമുക്കൊരു ധൈര്യം വന്നു, ഒരു വിശ്വാസം വന്നു. കടുപ്പിച്ച് ജപിച്ചു തുടങ്ങിയപ്പോഴത്തേക്ക് ഈ ഞെരിഞ്ഞില്ല. അത് പിന്നെ അങ്ങ് വരുമ്പോൾ പൊളച്ചിൽ പോലെ, ഒരു വേദന പോലെയായി. ശരീരത്തിൽ എന്തൊക്കെയോ ഇങ്ങനെ വന്ന് കുത്തി പിടിക്കുമ്പോഴത്തേക്ക് നമ്മൾ ശരീരത്തിൽ കിടന്ന് പൊളയുമ്പോൾ അങ്ങനെയൊക്കെ പൊളഞ്ഞു തുടങ്ങി. പിന്നെ എൻ്റെ മുഖത്തിൻ്റെ ഷേപ്പൊക്കെ മാറി, വായക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും കൂടി ഒരു വല്ലാത്തൊരു അവസ്ഥ. അപ്പോൾ പൂർണ്ണമായി ഇത് വന്നു. ശരിക്കും അപ്പോഴാണ് ഒരു മനസ്സിനൊരു ആശ്വാസം ഉണ്ടായത്. കാര്യം ഇല്ലെങ്കിൽ തമിഴന്മാരിനി എന്തൊക്കെയാണ് നമുക്ക് ഇട്ട് പണി തരുന്നതെന്ന് അറിയില്ലല്ലോ. എന്തായാലും ഇത് ശരീരത്തിൽ വന്നു കഴിഞ്ഞിട്ട് പിന്നെ ഇത് പറയുന്നത് എനിക്ക് മനസ്സിലാകുന്നുണ്ട്. അതായത് നീ ആര്, എന്നെ ഇത് കണക്കൊക്കെ ചെയ്യാൻ നീ ആര്, നിനക്ക് നിൻ്റെ ഊർക്ക് പോകണ്ടേ, നിൻ്റെ കുടുംബത്തിനോടൊപ്പം ജീവിക്കണ്ടേ, നിന്നെ ഞാൻ തൊലച്ചിടുവേൻ എന്നുള്ള ഇങ്ങനെയൊക്കെ എന്നോട് സംസാരിച്ച് വിരട്ടയാണ്. ഈ വിരട്ട് ഞാൻ കേൾക്കുന്നുണ്ട്, പക്ഷേ എനിക്കിത് പിടിപെടാൻ പറ്റും. വിട്ടുപോയാൽ അത് അപ്പോഴും എന്നെ റെഡിയാക്കും.
അപ്പോൾ ഞാനിതിങ്ങനെ ചെയ്തു. അപ്പോൾ ഇത് ശരീരത്തിൽ വന്നു കഴിഞ്ഞു. പിന്നെ ഇത് ജപിക്കും തോറും ഇതിന് വേദന കൂടും ഈ ആത്മാവിനെ. അങ്ങനെ കൂട്ടിക്കൊണ്ടു വന്നാലേ നമ്മൾ പിടിക്കുന്നിടത്ത് നിൽക്കുള്ളൂ. അതിന് നമ്മൾ ഈ ജപം മുറിക്കാൻ പാടില്ല. അങ്ങനെ അപ്പം ജപിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഇതിങ്ങനെ വിരട്ടുന്നുണ്ട്, പുച്ഛമായി കാണുന്നുണ്ട്. അപ്പം ഈ അടുത്ത് നിൽക്കുന്ന അതിൻ്റെ ആൾക്കാരുണ്ട്. എനിക്ക് മനസ്സിലാകാതെ വരുമ്പോൾ ഞാൻ അവരുടെ മുഖത്ത് നോക്കുമ്പോൾ അവർ പറഞ്ഞു തരും, ഇങ്ങനെയാണ് സ്വാമി പറഞ്ഞത്, നിങ്ങളെ കൊന്നുകളയെന്നൊക്കെയാണ് പറയുന്നത്, ഇങ്ങനെയൊക്കെ പറഞ്ഞു തന്നു. അപ്പോൾ എനിക്ക് ഒറ്റപ്പെടുത്താൻ ഇതേ ഉള്ളൂ. എന്നാൽ കുറേ കഴിഞ്ഞപ്പോൾ ഇതിങ്ങനെ വേദന വന്നു തുടങ്ങി. വേദനിച്ച് പിന്നെ ഇത് ഒരു വിധം താന്നു വന്നിട്ട് എന്നെ ഉപദ്രവിക്കരുത്, ഞാൻ എൻ്റെ ഒരു കാര്യം സാധിക്കാനാണ് വന്നത്, ഈ ഇരിക്കുന്നവ എൻ്റെ കുടുംബം തകർത്തവനാണ്, ഇവനെ എനിക്ക് കൊല്ലണം എന്ന് പറഞ്ഞു. അപ്പോൾ ഇതിനേക്കാൾ ഒരുപാട് കേസുകൾ ചെയ്ത് എനിക്ക് പരിചയമുള്ളവർക്ക് എല്ലാവർക്കും അങ്ങനെ സംഭവിക്കില്ല. അപ്പോൾ എനിക്ക് മനസ്സിലായി കുടുംബം തകർത്തെന്ന് പറഞ്ഞപ്പോഴത്തേക്ക് സംഭവം ഇത് റോങ് ആണ്. അപ്പോൾ ഇങ്ങനെയുള്ള ഭാര്യ, മക്കൾ, മറ്റു ബന്ധുക്കൾ എല്ലാവരും നിൽപ്പുണ്ട്. അപ്പം ഞാൻ അടുത്ത ആളുടെ അടുത്ത് പറഞ്ഞു, അയാൾ എന്നെ കാണാൻ വന്ന കൂട്ടത്തിലൊക്കെ ഉള്ള ഒരാളാണ്. അയാളോട് ഞാൻ പറഞ്ഞു, അപ്പം ഇത് പവർഫുള്ളാക്കി അങ്ങനെ വെച്ചു ഞാൻ. പിന്നെ അത് തിരിച്ചിറങ്ങൂല, ഇനി ഞാൻ പറയാതെ തിരിച്ചു പോകാൻ പറ്റില്ല. ആ നിർത്തിയിട്ട് ഞാൻ ഇങ്ങനെ പറഞ്ഞു, ഈ അത്യാവശ്യം 2 പേര് 2-3 പേരെ നിർത്തിയിട്ട് ബാക്കി ഉള്ളവരെല്ലാവരും അടുത്ത വീട്ടിലേക്ക്. അപ്പോൾ ഞാൻ ഒരു കോമ്പൗണ്ടിനകത്ത് 3-4 വീടുണ്ട്. ആ 3 വീടും ഒരു ഔട്ട് ഹൗസ് എന്തൊക്കെയാണ്, അങ്ങോട്ട് മാറ്റിക്കും, ഇവിടെ ആരെയും നിർത്തണ്ടെന്ന് പറഞ്ഞു. ഇദ്ദേഹം എല്ലാവരെയും പറഞ്ഞു വിട്ടു. അപ്പോൾ ഞാൻ പറഞ്ഞു, ഇനിയിപ്പോൾ പറയാൻ പോകുന്ന സംഭവം ചിലപ്പോൾ കുടുംബകലഹം ഉണ്ടാകുന്നതായിരിക്കാം, അതുകൊണ്ട് അവരാരും കേൾക്കണ്ടെന്ന് പറഞ്ഞു. മാറ്റി നിർത്തിയിട്ട് അപ്പോൾ എല്ലാവരും പുറത്ത് പോയെന്ന് പറഞ്ഞാൽ ഞങ്ങൾ വാതിലൊക്കെ അടച്ചിട്ട് ഇതിനോട് ചോദിച്ചു കാര്യം എന്താണെന്ന്. അപ്പോഴാണ് പറയുന്നത്, ഈ പ്രേതം ഇയാളുടെ സെക്യൂരിറ്റി ആയിരുന്നു. ഇയാളുടെ ഭാര്യ ഇയാളുടെ വീട്ടിൽ അടിച്ചു തലയും കാര്യത്തിനൊക്കെ വരുന്നതാണ്. അപ്പോൾ ഈ സെക്യൂരിറ്റിക്കാരന് ഇത്ര പ്രായം കൂടുതലുണ്ട്, ഭാര്യയ്ക്ക് വലിയ പ്രായം കുറവാണ്, കുട്ടികളൊക്കെ ഉണ്ട്. അങ്ങനെ ഒരു ദിവസം ഇയാൾ ഈ മുതലാളിയും ഇദ്ദേഹത്തിൻ്റെ ഭാര്യയായിട്ട് ഒരു കാണാൻ പറ്റാത്തൊരു സാഹചര്യത്തിൽ അദ്ദേഹം കണ്ടു. ഭാര്യ വീട്ടിൽ വന്നപ്പോഴത്തേക്ക് അപ്പം ഇദ്ദേഹത്തിന് അവിടെ വെച്ചൊന്നും പ്രതികരിക്കാൻ പറ്റില്ല. കാര്യം മുതലാളിയാണ്. ചിലപ്പോൾ മുതലാളി ഇഷ്ടപ്പെടാതെ വന്നാൽ ഇയാളെ തട്ടിക്കളയും. അങ്ങനെയുള്ളൊരു സ്വഭാവം എന്നല്ല, അങ്ങനെ ആയിരിക്കാം. അതുകൊണ്ടാണ് അദ്ദേഹം ഒന്നും മിണ്ടിയില്ല. അങ്ങനെയാണ് അദ്ദേഹം. എനിക്കൊന്നും പറയാൻ പറ്റിയില്ല. മുതലാളിയുടെ മുമ്പിൽ ഞാൻ പേടിച്ചു പോയി. വീട്ടിൽ പോയിട്ട് ഭാര്യയോട് ചോദിച്ചപ്പോഴത്തേക്ക് ഭാര്യ ഒരുപാട് ആക്ഷേപിച്ച് സംസാരിച്ചു. നിങ്ങൾ പ്രായം കൂടിയ ആളാണ്, എനിക്കൊരു ഭർത്താവായിട്ട് എനിക്ക് കാണാൻ പറ്റില്ല, സാറ് എനിക്കെല്ലാം തരുന്നുണ്ട്, അതുകൊണ്ട് സാറിനോടൊപ്പമാണ് എനിക്ക് ജീവിക്കാൻ താല്പര്യം എന്നുള്ള രീതിയിലൊക്കെ ഇങ്ങനെ സംസാരിച്ചു. അപ്പം ഞാൻ കേട്ടിട്ടുള്ളത്, തമിഴ്നാട്ടിലെ സ്ത്രീകളെന്ന് വെച്ചാൽ ഭർത്താവിനെ ദൈവത്തിനെ പോലെ കാണുന്നവരും, രാവിലെ ഉറക്കമെണീറ്റ് കഴിഞ്ഞാൽ ഭർത്താവിൻ്റെ കാല് തൊട്ട് തൊഴുതിട്ടാണ് അവർ ദിവസം ആരംഭിക്കുന്നതെന്നും എനിക്ക് നേരിട്ട് അനുഭവങ്ങളുള്ള ഒരുപാട് സംഭവങ്ങളുണ്ട്. പക്ഷെ ഇതെന്താണ് സംഭവിച്ചതെന്നറിയില്ല. അങ്ങനെ അയാളിത് പല ആവർത്തി കണ്ടു. ഒരുപാട് പ്രാവശ്യം ഭാര്യ അയാൾ ദേഷ്യത്തോട് പറഞ്ഞു, പിന്നെ സ്നേഹത്തോടു കൂടി പറഞ്ഞു, പിന്നെ കരഞ്ഞു പറഞ്ഞു. ഓക്കെ, ഭാര്യ അത് വകവയ്ക്കുന്നില്ല. ഇദ്ദേഹത്തിന് അത് പുറത്ത് പറയാനോ മുതലാളിയോട് പറയാനോ ഉള്ള ധൈര്യം ഇദ്ദേഹത്തിന് ഇല്ല. കാര്യം അങ്ങനെയാണ്. കുറേ നാളായ കേസാണ് കേട്ടോ. മുതലാളിയൊക്കെ വിചാരിച്ചാൽ ചിലപ്പോൾ എന്തെങ്കിലുമൊക്കെ ചെയ്യാൻ സാധിക്കുമായിരിക്കും. ഇയാളെ ചിലപ്പോൾ കൊന്നുകളയാൻ വരെ സാധിക്കുമായിരിക്കാം, അറിയില്ല എനിക്ക്. പക്ഷെ നിവർത്തികെട്ടല്ല, അങ്ങനെ സങ്കടം സഹിക്കുക വയ്യാതെ അദ്ദേഹം ആത്മഹത്യ ചെയ്തിട്ട് ആ ആത്മാവാണ് ഇങ്ങനെ ഈ മുതലാളിയെ കൊല്ലാൻ വേണ്ടി നടക്കുകയായിരുന്നു. അങ്ങനെയാണ് ഈ ഒരു സെക്യൂരിറ്റിക്കാരൻ വന്നപ്പോൾ, തുടക്കം ഞാൻ പറഞ്ഞല്ലോ, പ്രേതത്തിൻ്റെ അനുഭവങ്ങൾ നമ്മൾ വിചാരിക്കുന്നതിനെക്കാളുമൊക്കെ മേലെയാണ്, അല്ലെങ്കിൽ നമ്മുടെ പ്രതീക്ഷയ്ക്ക് അപ്പുറമാണെന്ന് പറഞ്ഞല്ലേ. ഒരു നിമിഷം കൊണ്ട് ആ സെക്യൂരിറ്റിക്കാരൻ്റെ ശരീരത്തിൽ കയറി അതുവഴിയാണ് ഈ മുതലാളിയുടെ അടുത്ത് വന്നത്. അതായത് സെക്യൂരിറ്റിക്കാരൻ്റെ അവിടെ വന്ന് വാതിൽ തട്ടി ഇത് തുറന്ന സമയത്തിന് ഈ വല്ലാത്തൊരു രൂപം അദ്ദേഹത്തിന് കാണാൻ സാധിച്ചു. മുതലാളിക്ക് ഈ സെക്യൂരിറ്റിക്കാരൻ്റെ അല്ല, ഒരു ശവശരീരമായിട്ട് മുതലാളിക്ക് കാണാൻ പറ്റും. പേടിച്ച് ഓടിയ സമയത്തിന് എനിക്ക് അവനിലേക്ക് പ്രവേശിക്കാൻ സാധിച്ചു. അതിനുശേഷം ഞാൻ അവനെ നശിപ്പിച്ചു കൊണ്ടിരിക്കുകയാണ്. ചില്ലറ ദിവസങ്ങൾക്കുള്ളിൽ അവൻ്റെ ജീവനെ ഞാൻ എടുക്കും എന്നാണ് ഇത് പറഞ്ഞത്.
അപ്പോൾ ഞാൻ വീട്ടുകാരെ ഒരു സംശയം എനിക്കുണ്ട്, അതുകൊണ്ടാണ് ഞാൻ വീട്ടുകാരെയൊക്കെ പുറത്താക്കിയത്. പക്ഷേ അതുകൊണ്ട് ഈ പറഞ്ഞ കാര്യം അവരാരും കേട്ടില്ല. പക്ഷേ എന്നിട്ട് പിന്നെ അതിനുശേഷം അത് നമ്മുടേതായ രീതിയിൽ കൂടി കാര്യങ്ങൾ ചെയ്ത് പൂർണ്ണമായും അതിനെ ആവാഹിച്ച് ഞങ്ങളുടെ കൂട്ടത്തിൽ കൂട്ടി ഞങ്ങൾ അതിനെ കൊണ്ടുപോയി. അപ്പോൾ പോകുന്നതിന് മുമ്പ് ഞാൻ ഈ നിന്ന 2-3 പേരെടുത്ത് ഞാൻ പറഞ്ഞിരുന്നു, ഇത് പുറത്താരും അറിയുന്നു, നമ്മൾ ഇത്രയും പേരല്ലാതെ ഒരാൾ, ഇപ്പോൾ ഞാനും എൻ്റെ പോറ്റിമാരും അവർ 3 പേരും, വേറെ ആരും അറിയുന്നത് ഒരു കുടുംബ പ്രശ്നമാണത്, കുടുംബം കലങ്ങി പോകുന്നതാണ്. അപ്പോഴേ കൂട്ടത്തിൽ നിന്ന് ഒരാൾ പറഞ്ഞ്, കുടുംബത്തിലുള്ള എല്ലാവർക്കും ഈ കേസെന്നല്ല, മുതലാളി ഇങ്ങനത്തെ ഒരാളാണെന്നുള്ള കാര്യം എല്ലാവർക്കും അറിയാം, പക്ഷേ ഇയാളോട് ഇങ്ങനെ കാണിച്ചാൽ അറിയില്ല, എന്തായാലും അറിയാതിരിക്കുന്നത് നല്ലതാണെന്ന് പറഞ്ഞിട്ട് അത് പൂർണ്ണമായി ഒഴിവാക്കി അതിനെ ഞങ്ങൾ അവിടെ നിന്ന് ഞങ്ങളുടെ കൂട്ടത്തിൽ തന്നെ കൂട്ടത്തിൽ ഞങ്ങൾ പിന്നെ അതിൻ്റെ പാവയിലേക്കൊക്കെ ആവാഹിച്ചെടുത്ത് തൽക്കാലം അതിനെ ബന്ധിച്ചാണ് ഞങ്ങൾ കൊണ്ടുപോകുന്നത്. ഈ പോകുന്ന വഴിക്ക് പിന്നെ ഞങ്ങൾ നദിയിലൊക്കെ ഇറങ്ങി അതിനെ സ്നാനം ചെയ്യിച്ച് കൊണ്ടുപോയി അതിനെ ഞങ്ങൾ പോസിറ്റീവാക്കി ഞാൻ എൻ്റെ കൂട്ടത്തിൽ അതിനെ നിർത്തുകയാണ് ചെയ്യുന്നത്. പിന്നീട് ഒരിക്കലും അത് ആരെയും ദ്രോഹിക്കില്ല. ആ രീതിയിലാണ് ഞാനതിനെ പരിപാലിച്ചെടുക്കുന്നത്. അതായത് ഇതിനെ കൊണ്ടുവന്നിട്ട് ആ ദേഷ്യം പിടിച്ച് നിൽക്കുന്ന ആ അവസ്ഥയിൽ തന്നെ ഇതിനെ ഉപേക്ഷിക്കില്ല. ഇതിനെ കൊണ്ടുവന്നിട്ട് വീണ്ടും അതിനെ പോസിറ്റീവാക്കി, ഇത് നെഗറ്റീവാണല്ലോ, പോസിറ്റീവാക്കി എടുക്കുന്ന കർമ്മങ്ങൾ 12 ദിവസം കൊണ്ടോ 16 ദിവസം കൊണ്ടോ, അത് വെള്ളിയാഴ്ചകളിൽ മാത്രമേ ചെയ്യാൻ പറ്റുള്ളൂ. അപ്പം 12 വെള്ളിയാഴ്ച കൊണ്ടോ 16 വെള്ളിയാഴ്ച കൊണ്ടോ, അതായത് 3-4 മാസം കൊണ്ട് ഇതിനെ ഈ പൂജ, ഈ വെള്ളിയാഴ്ചകളിൽ വെളുപ്പിനെ ഞാൻ എഴുതി പൂജ കൊടുത്തിട്ട് ഇതിനെ തിരിച്ച് പോസിറ്റീവാക്കി കൊണ്ടുവരികയാണ് ചെയ്യുന്നത്. പിന്നീട് അത് നല്ല ഭാവത്തോടു കൂടി വരും. അപ്പോൾ നമുക്ക് വരം തരികയും നമ്മളെപ്പോൾ വിളിച്ചാലും നമുക്കൊരു നല്ല കാര്യത്തിന് വേണ്ടിയിട്ട്, ആരെയും ദ്രോഹിക്കാനോ നശിപ്പിക്കാനോ പേടിപ്പിക്കാനല്ല, നല്ല കാര്യത്തിന് വേണ്ടി, ഒരു സഹായത്തിന് വേണ്ടിയിട്ട്, ഇല്ല കുങ്കി ആനകളെ പോലെ മറ്റൊരു പ്രായത്തിനെ പിടിക്കണമെങ്കിൽ ഇതിൻ്റെയൊക്കെ സഹായം എനിക്ക് കിട്ടും, ആ ഒരു അവസ്ഥയിലേക്ക് ഇതിനെ ആക്കി പിന്നെ സ്വതന്ത്രമായി വിടുകയാണ് ചെയ്യുന്നത്. അത് പിന്നെ ഒരിക്കലും മനുഷ്യരാശിയിൽപ്പെടുന്ന ഒരാൾക്ക് പോലും അത് ദോഷമായി മാറില്ല. ഇങ്ങനെ ചെയ്യുന്ന ഞാൻ മാത്രമല്ല കേട്ടോ, അങ്ങനെ ചെയ്യുന്ന ഒരുപാട് പേരുണ്ട്. പക്ഷേ ചില ആൾക്കാർ അങ്ങനെയല്ല, ഇതിനെ ബിസിനസ് ആക്കുന്നവരുണ്ട്. ഇതിനെയൊക്കെ കൊണ്ടുവന്നിട്ട് മറ്റൊരു ഭാഗത്തേക്ക് ആൾക്കാരെ ദ്രോഹിക്കാൻ പറഞ്ഞു വിടുക, അവരെ പിന്നെ നമ്മളടുത്തേക്ക് കൊണ്ടുവരും, ഇങ്ങനെയൊക്കെ ചെയ്യുന്ന ഒരുപാട് പേരുണ്ട്. അതൊക്കെ അതിനെക്കുറിച്ച് പിന്നീട് ഞാൻ ഒരു വീഡിയോ ചെയ്യാം. അപ്പോൾ ഇതിനെന്തായാലും പൂർണ്ണമായി ഒഴിവാക്കി അന്ന് ഞങ്ങൾ അവിടെ നിന്ന് വന്നിട്ട് അടുത്ത ദിവസം തന്നെ അവർ വിളിച്ചിട്ട് അദ്ദേഹത്തിന് വേറെ കുഴപ്പമൊന്നുമില്ല, അദ്ദേഹം മൗനിയായിട്ടിരിക്കുന്നു എന്ന് പറഞ്ഞു. നമ്മൾ കുഴപ്പമില്ല, മൗനിയാണെങ്കിൽ പേടിക്കേണ്ട കാര്യമൊന്നും മാറിക്കോളും. പിന്നെ വീണ്ടും ആഴ്ചയിലൊക്കെ അവർ നമ്മളെ വിളിക്കുമായിരുന്നു. മാറി അത് ഞങ്ങൾ പോയിൻ്റെ അടുത്ത 1-2 അവർ കൊണ്ടുപോയി ഷേവൊക്കെ ചെയ്ത് മുടിയൊക്കെ വെട്ടി ഒതുക്കി. പിന്നീട് ഒരു വർഷം വരെയൊക്കെ അവർ ബന്ധമുണ്ടായിരുന്നു. അപ്പോഴത്തേക്ക് അദ്ദേഹം ഒരു 6 മാസം കഴിഞ്ഞപ്പോൾ അദ്ദേഹം പഴയ ശരീര അവസ്ഥയിലൊക്കെ എത്തി, നല്ല ആളായി, പഴയ കണക്ക് അദ്ദേഹം ജോലിക്ക് പോയി തുടങ്ങി. അപ്പം ഞാൻ ഇതിൽ നിന്നും മനസ്സിലാകുന്നത്, ഞാൻ തന്നെ പറഞ്ഞിട്ടുള്ളത് പലതും എനിക്ക് മാറ്റി പറയേണ്ടി വരുന്നു, പക്ഷേ ഞാൻ ഒരിക്കലും മാറ്റി പറയില്ല. കാരണം പ്രേതത്തിൻ്റെ അനുഭവങ്ങൾ പലതും പലതാണ്. രൂപം കാണാൻ പറ്റുമോ എന്ന് ചോദിച്ചു. ഈ മുതലാളി അതിൻ്റെ രൂപം കണ്ടു. ആ വാച്ചറിൻ്റെ ശരീരത്തിൽ ആ പ്രേതത്തിൻ്റെ രൂപം കണ്ടു. ശരീരത്തിൽ കയറിക്കഴിഞ്ഞാൽ ചിലപ്പം ദിവസങ്ങളോ ആഴ്ചകളോ മാസങ്ങളോ എടുത്തിട്ടാണ്, ചിലപ്പോൾ വർഷങ്ങളോ കഴിഞ്ഞിട്ടായിരിക്കും ഇത് ആക്റ്റീവ് ആകുന്നതെന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ട്. ഇത് ആ സ്പോട്ടിൽ തന്നെ ഇദ്ദേഹത്തിന് അത് പിടിക്കുകയും ചെയ്തു. പ്രേതാനുഭവങ്ങൾ പക്ഷെ ഇതൊക്കെ വളരെ അപൂർവമായി സംഭവിക്കുന്നതാണ്. ഞാനീ പറഞ്ഞതെല്ലാം അത് രൂപം കാണാൻ പറ്റില്ലെന്നോ ശബ്ദം കേൾപ്പിക്കില്ലെന്നോ അല്ലെങ്കിൽ നമ്മുടെ ശരീരത്തേക്ക് കടന്നു കഴിഞ്ഞാൽ ചിലപ്പം മാസങ്ങൾ കഴിഞ്ഞിട്ടായിരിക്കും ഇത് നമുക്കറിയാൻ പറ്റുന്നതെന്നൊക്കെ പറഞ്ഞത് 100 കേസ് വന്നാൽ 95 കേസും അങ്ങനെയാണ്. വ്യത്യസ്തമായുള്ള 4-5 കേസൊക്കെയാണ് ഇങ്ങനെ അപൂർവമായിട്ട് വരുന്നതാണ് ഇങ്ങനത്തെ കേസുകൾ. അപ്പം പേടിക്കാതിരിക്കാനും കൂടെ വേണ്ടിയിട്ടാണ് പറയുന്നത്. അങ്ങനെയൊക്കെയാണ് കൂടുതലും ഈ പ്രേതം പിടിക്കുന്നത് തന്നെ. ഇതൊക്കെ ഞാൻ പറഞ്ഞ അപൂർവമായിട്ട് മാത്രമേ ഇങ്ങനെയൊക്കെ സംഭവിക്കാറുള്ളൂ. ഇങ്ങനെയുള്ള ഒരുപാട് അനുഭവങ്ങളുണ്ട്. അപ്പം പ്രേതത്തിനെ നമ്മൾ ഭയപ്പെടാതിരിക്കുക. ഇങ്ങനെയൊക്കെയുള്ള സന്ദർഭം നമ്മളെ പേടിച്ച് നശിച്ചു പോകും. അതിനാരെയും കുറ്റം പറഞ്ഞതിൻ്റെ കാര്യമൊന്നുമില്ല. പ്രേതം നമ്മൾ കഴിവതും പേടിക്കാതിരിക്കുക. പ്രേതമുള്ള സ്ഥലങ്ങളിൽ ഉണ്ട് എന്ന് സംശയം തോന്നുന്ന സ്ഥലങ്ങളിലോ ആൾക്കാർ പറയുന്ന സ്ഥലത്തിലൊന്നും പോകരുത്. നമ്മൾ ധൈര്യം കാണിച്ചൊന്നും ചെന്ന് കയറി കൊടുക്കരുത്. അങ്ങനെയൊക്കെ കയറിയാൽ ഒരുപാട് പണി കിട്ടും. അങ്ങനെയൊക്കെ ഒരുപാട് പേർക്ക് പണി കിട്ടിയിട്ടുമുണ്ട്. അതൊക്കെ ഞാൻ എൻ്റെ ഈ ചാനൽ കൂടി അവതരിപ്പിക്കുന്നുണ്ട്. അപ്പം നിങ്ങൾക്കെല്ലാം ഞാൻ ഈ പറയുന്ന സംഭവങ്ങൾ, ഈ കഥകൾ നിങ്ങൾക്കെല്ലാവർക്കും ഏതെങ്കിലുമൊക്കെ ഒത്തിരി ഉപകാരപ്രദമാകും. ഒരിക്കൽ കൂടി ഒന്നുകൂടി പറയുന്നു, ഞാൻ ഈ അവതരിപ്പിക്കുന്ന പ്രേത സംഭവങ്ങൾ മാത്രം രുചിയോടുകൂടി കേൾക്കാൻ നിൽക്കരുത്. വാസ്തുപരമായിട്ടുള്ള കാര്യങ്ങളും പൊതുവേ നമ്മൾ ജ്യോതിഷപരമായിട്ട് നമ്മൾ അനുഷ്ഠിക്കേണ്ടുന്ന ഒരുപാട് കാര്യങ്ങൾ ഞാൻ പറയുന്നുണ്ട്. ഇതെല്ലാം നിങ്ങൾ ഒന്ന് കാണണം.
നിങ്ങൾക്ക് ജ്യോതിഷപരമായോ വാസ്തുപരമായോ എന്തെങ്കിലും കാര്യങ്ങൾ അറിയണം, അത് ഞാൻ പറഞ്ഞാൽ മതി എന്നുണ്ടെങ്കിൽ ഇപ്പോൾ സ്ക്രീനിൽ എഴുതി കാണിക്കുന്ന എൻ്റെ ഓഫീസിൽ ഓൺലൈൻ ബുക്കിംഗ് നമ്പറാണ്. ഈ നമ്പറിലേക്കാണ് നിങ്ങൾ വിളിക്കേണ്ടത്. 1-2 ചെറിയ കാര്യങ്ങൾ അതനുസരിച്ച് നിങ്ങൾ ബുക്ക് ചെയ്യണം. അങ്ങനെ നിങ്ങൾ ബുക്ക് ചെയ്താൽ നിങ്ങൾ ചോദിക്കുന്ന ജ്യോതിഷപരമോ വാസ്തുപരമോ കാര്യത്തിൻ്റെ മറുപടി ഞാൻ നിങ്ങൾക്ക് തരാം. അത് കേട്ടിട്ട് നിങ്ങൾക്ക് എന്നെ തിരിച്ച് വിളിക്കുകയും ചെയ്യാം. അതുപോലെ നിങ്ങളുടെ വീടിനോ നിങ്ങളുടെ ഭൂമിക്കോ വാസ്തുദോഷമോ ഭൂമിദോഷമോ പ്രേതബാധാദോഷങ്ങളോ സർപ്പദോഷങ്ങളോ കൂടപത്രങ്ങളോ ശത്രുദോഷങ്ങളോ അങ്ങനെയൊക്കെ എന്തെങ്കിലും ഉണ്ടെങ്കിലും ആ ഭൂമി ഞങ്ങളെപ്പോലുള്ളവർ അവിടെ നേരിട്ട് ആ ഭൂമിയിൽ വന്ന് കണ്ട് പരിശോധിക്കുന്നതായിരിക്കും ഉത്തമം. അത് ജ്യോതിഷം വെച്ചിട്ട് പൂർണ്ണമായും കണ്ടുപിടിക്കാൻ ബുദ്ധിമുട്ടുള്ള കാര്യമാണ്. അങ്ങനെ നിങ്ങൾക്ക് എന്തെങ്കിലും ദോഷങ്ങളുണ്ട്, അങ്ങനെയൊന്നും ആർക്കും വരാതിരിക്കട്ടെ. വന്നാൽ വലിയ ബുദ്ധിമുട്ടാണത്, വരാതിരിക്കട്ടെ. അഥവാ വന്നിട്ടുണ്ടെങ്കിൽ അത് ഞാൻ വന്ന് നോക്കിയാൽ മതി എന്നുണ്ടെങ്കിലും നിങ്ങൾ ഈ നമ്പറിൽ വിളിച്ചോളൂ. ഇതെൻ്റെ ഓഫീസിലെ ഓൺലൈൻ ബുക്കിംഗ് നമ്പറാണ്. ഈ നമ്പറിൽ വിളിച്ചാൽ മതി. ഇനി ഏത് ജില്ലയിലാണെങ്കിലും മറ്റൊരു സ്റ്റേറ്റിലാണെങ്കിലും സമയക്രമം അനുസരിച്ച് ഞാൻ അവിടെ വന്ന് കണ്ട് അതിനുള്ള പരിഹാര മാർഗ്ഗങ്ങളും ചെയ്തു തരാം. അതുപോലെ ജ്യോതിഷം നിങ്ങൾക്ക് നേരിട്ട് വന്ന് അറിയാനുള്ള സംവിധാനമുണ്ട്. അങ്ങനെ നിങ്ങൾക്ക് വരാൻ ആഗ്രഹമുണ്ടെങ്കിൽ നിങ്ങൾ തിരുവനന്തപുരത്താണ് വരേണ്ടത്. അങ്ങനെ വരുന്നെങ്കിലും ഈ നമ്പറിൽ വിളിച്ച് ബുക്ക് ചെയ്തിട്ട് വരിക. ഇതെൻ്റെ ഓഫീസിലെ ഓൺലൈൻ ബുക്കിംഗ് നമ്പറാണ്. ഇതെല്ലാ ദിവസവും രാവിലെ 10 മണി മുതൽ വൈകുന്നേരം 5:30 മണി വരെ നിങ്ങൾക്ക് ഈ നമ്പർ വിളിച്ച് ബുക്ക് ചെയ്യാം. നിങ്ങൾ എൻ്റെ ചാനൽ സ്ഥിരമായിട്ടൊന്ന് കാണാം, സബ്സ്ക്രൈബ് ചെയ്യണം. എനിക്ക് വേണ്ടുന്ന എല്ലാവിധ പ്രോത്സാഹനം തരികയും വേണം. നിങ്ങൾക്കും നിങ്ങളുടെ കുടുംബത്തിലെ ഓരോ അംഗത്തിനും എല്ലാവിധ ഐശ്വര്യങ്ങളും സന്തോഷവും സമാധാനം ദീർഘായുസ്സും ഈശ്വരൻ തരട്ടെ എന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിച്ചുകൊണ്ട് നമുക്ക് തൽക്കാലം നിർത്തുന്നു. അടുത്ത ഒരു വീഡിയോയുമായി കാണുന്നവർ എല്ലാവർക്കും നന്ദി, നമസ്കാരം.